നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പേര് രാവൽ വിൻസി എന്നാണോ? ഇത് രാഹുൽ വിൻസി എന്നാണോ അതോ രാഹുൽ വിൻസി എന്നാണോ വായിക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ വിൻസി എന്നുള്ളൊരു പേരുണ്ടോ? അടുത്തത്, രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെങ്കിൽ തന്നെ UK ഗവൺമെൻറ്റിന് അത് പ്രശ്നമല്ല. കാരണം UK ഗവൺമെൻറ് ഇരട്ട പൗരത്വം അനുവദിക്കുന്നുണ്ട്, അവർക്കത് വിഷയമല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന് ഈ ഇരട്ട പൗരത്വം അംഗീകരിക്കാനാകുമോ? ഇനി അഥവാ ഒരാൾക്ക് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? ഇനി ഇന്ത്യയുടെ OCI എന്താണ്, അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതെന്താണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ കാര്യം, രാഹുൽ ഗാന്ധിക്ക് രാവൽ വിൻസി എന്നൊരു പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം സുരക്ഷയുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് രാവൽ വിൻസി എന്നൊരു അപരനാമം ചേർത്തത് എന്നാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഗാന്ധി എന്ന് തന്നെയാണെന്നാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ നൽകിയ വിവരം. അത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. കാരണം സുരക്ഷയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പേര് രാഹുൽ വിൻസി എന്നാക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. രാഹുൽ വിൻസി അഥവാ രാഹുൽ ഗാന്ധി, ഓക്കെ, അവിടെ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇനി ബ്രിട്ടീഷ് പൗരത്വത്തിലേക്ക് വരുമ്പോഴത്തേക്കും UK ഗവൺമെന്റിന് ഇരട്ട പൗരത്വം വിഷയമല്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന് ഇതൊരു പ്രശ്നമാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നതല്ല. ഇപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ അയാൾ UK ചെന്നു ബ്രിട്ടീഷ് പൗരത്വം എടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആർട്ടിക്കിൾ 9 പ്രകാരം ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടും. ഇങ്ങനെ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്നിട്ട് ഒരു ഇലക്ഷനിൽ നിൽക്കാനോ വോട്ട് ചെയ്യാനോ സാധ്യമല്ല. ഇങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം എടുത്തവർക്ക് വേണ്ടിയിട്ടാണ് OCI ഉള്ളത്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും ഇന്ത്യയിൽ വരാം, പോകാം, ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കുകയും ചെയ്യാം. പക്ഷേ വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് വീട് വാങ്ങാം, സ്ഥലം വാങ്ങാം, പക്ഷേ കൃഷിഭൂമി വാങ്ങാൻ പറ്റില്ല, ബിസിനസ് നടത്താം, ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാം. അതായത് ഒരു ലൈഫ് ടൈം വിസ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് തെളിഞ്ഞാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും, MP സ്ഥാനം ഒഴിയേണ്ടി വരും, റായ്ബറയിലെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. കൂടാതെ പാസ്പോർട്ട് വ്യാജമാണെന്നോ മറച്ചു വെക്കുകയോ ചെയ്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയം അഥവാ ഈ കേസ് തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം.